എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ് 5 അല്ലെങ്കിൽ 40 മാർക്കിൽ 5 മാർക്ക് 80 മാർക്കിൽ 10 മാർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പാസ്സാവും എന്ന് പറയുന്നത് സത്യമാണോ അല്ലെങ്കിൽ കളവാണോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം നോക്കാം. നിങ്ങൾ ഈ ഒരു പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങളോട്, അതായത് സാധാരണ നിങ്ങൾ SSLC അരക്കൊല്ലം പരീക്ഷയൊക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾ ജയിച്ചിട്ടുണ്ടായിരുന്നത് ചിലപ്പോൾ ഒരു 22 ആ ഒരു രീതിയിൽ റേഞ്ച് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ജയിച്ചു എന്ന് ടീച്ചേഴ്സ് പറയാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ, അതായത് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങൾ മികച്ചൊരു മാർക്ക് വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹം ടീച്ചേഴ്സിന് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇനി വരുന്ന പരീക്ഷകളും നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം 5-10 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ SSLC പാസ്സാവും എന്ന് പറയുന്നത് സത്യമാണോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്. അതൊരു സത്യം തന്നെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ജസ്റ്റ് പാസ് മാർക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു 5-10 മാർക്ക് ലഭിക്കുന്ന സമയത്ത്, അതായത് നിങ്ങൾക്ക് 80 മാർക്കിൽ നിങ്ങൾ ഒരു 72 മാർക്ക് വാങ്ങിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് A+ കിട്ടൂ എന്ന് ടീച്ചേഴ്സ് പറയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് 40-ൽ നിങ്ങളൊരു 35 അല്ലെങ്കിൽ അതായത് 36 മാർക്ക് വാങ്ങിച്ചാലാണ് നിങ്ങൾക്ക് A+ ലഭിക്കുക എന്ന് നിങ്ങളോട് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങൾ കൂടുതൽ സ്കോർ വാങ്ങിക്കണം എന്നുള്ളത് ടീച്ചേഴ്സിൻ്റെ കൂടി ആഗ്രഹം ആയതുകൊണ്ടാണ് ടീച്ചേഴ്സ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ മികച്ച സ്കോർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കുക. ഇനി നമുക്ക് എത്ര മാർക്ക് നിങ്ങൾ പരീക്ഷയിൽ വാങ്ങിച്ചാലാണ് നിങ്ങൾക്ക് A+ ലഭിക്കുക എന്നുള്ള കാര്യം നോക്കാം. A+ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 90% മുതൽ 100% വരെ മാർക്ക് ലഭിച്ചാലാണ് നിങ്ങൾക്ക് A+ ലഭിക്കുക. അതായത് 40 മാർക്കിൽ നിങ്ങൾക്ക് 35 മാർക്കാണ് ഈ ഒരു A+ ലഭിക്കാനായിട്ട് വേണ്ടത്. അതേസമയം ഇതിനോടൊപ്പം 40-നോടൊപ്പം CE കൂട്ടി, അതായത് 40-നോടൊപ്പം 10 മാർക്ക് CE കൂട്ടുമ്പോൾ 50 മാർക്കാണ്. 50-ൻ്റെ 90% എന്ന് പറയുന്നത് 45 മാർക്കാണ്. അപ്പോൾ 45 മുതൽ 50 മാർക്ക് വരെ നിങ്ങൾക്ക് ഏതൊരു മാർക്ക് ലഭിച്ചാലും നിങ്ങൾക്ക് A+ ആണ് ലഭിക്കുക. അതായത് 40 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾ 35 മാർക്ക് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് 10 മാർക്ക് CE കിട്ടുകയാണെങ്കിൽ ടോട്ടൽ 45 മാർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് 50-ൽ 45 മാർക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് A+ ഗ്രേഡാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് 80 മാർക്കിൽ A+ ലഭിക്കാനായിട്ട് 70 മാർക്കോ അതിന് മുകളിലോ ലഭിക്കേണ്ടതാണ്. അപ്പോൾ അതായത് 70 മാർക്ക് ലഭിച്ച ഒരു വിദ്യാർത്ഥിക്കും അതുപോലെ തന്നെ 70 മുതൽ 80 മാർക്ക് വരെ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്കും A+ ഗ്രേഡാണ്, അതായത് ഈ ഒരു A+ ഗ്രേഡാണ് ലഭിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് 100 മാർക്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് വേണം നിങ്ങൾക്ക് A+ ലഭിക്കാനായിട്ട് എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് 100 മാർക്കിൻ്റെ ആ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് A+ ലഭിക്കണം എന്നുണ്ടെങ്കിൽ 90% മാർക്ക് വേണം. അതായത് 90% എന്ന് പറഞ്ഞാൽ 90 മാർക്കാണ്. അതായത് 70-ഉം 20 മാർക്ക് CE ഉൾപ്പെടെ നിങ്ങൾക്ക് 90 മാർക്ക് ലഭിച്ചാലാണ് A+ ലഭിക്കുക. നിങ്ങളോട് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടാകും 72 മാർക്ക് വാങ്ങിച്ചാലാണ് ഈ പരീക്ഷയിൽ നിങ്ങൾക്ക് ഈ ഒരു A+ ലഭിക്കുക എന്നുള്ളത്. അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ചില വിദ്യാർത്ഥികൾക്ക് CE മാർക്ക് ചിലപ്പോൾ 18 തരുന്നത് എങ്കിൽ നിങ്ങൾക്ക് അത് 90% മാർക്ക് ആവുന്നതിനായിട്ട് സാധിക്കില്ല. അപ്പോൾ A+ ജസ്റ്റ് ഒരു 1-2 മാർക്കിന് മിസ്സാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളോട് ടീച്ചേഴ്സ് 72 മാർക്ക് വാങ്ങിക്കാനായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മാർക്ക് എവിടെയെങ്കിലും കുറവ് വരികയാണെങ്കിൽ അങ്ങനെ കുറവ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിദ്യാർത്ഥികൾ ഒരു 72 അതിൽ കൂടുതലോ വാങ്ങിച്ചാലാണ് A+ ലഭിക്കുക എന്നുള്ളത് ടീച്ചേഴ്സ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഈ ഒരു ഇനി വരുന്ന പരീക്ഷകൾ, അതായത് ഇനി ഏകദേശം അതായത് 2 പരീക്ഷ കഴിഞ്ഞു. അപ്പോൾ ഇനി ഏകദേശം ബാക്കിയുള്ള പരീക്ഷ എന്ന് പറയുന്നത് അതായത് IT കഴിഞ്ഞു. അപ്പോൾ ഇനി
എക്സാംസ് ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അതിന് കൂടുതൽ പ്രിപ്പയർ ചെയ്ത് മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് A+ ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു 50 മാർക്കിൽ, അതായത് CE ഉൾപ്പെടെ 50 മാർക്കിൽ നിങ്ങൾക്ക് വേണ്ടത് 45 മാർക്കാണ്. അതുപോലെ 40 മാർക്കിലെ എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾ 35 അതിൽ കൂടുതലോ വാങ്ങാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ 35 വാങ്ങാൻ ശ്രമിക്കരുത് എന്ന് പറയാൻ കാരണം ചിലപ്പോൾ നിങ്ങളുടെ ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് നിങ്ങൾക്ക് 1 മാർക്ക് കുറയുകയാണെങ്കിൽ ജസ്റ്റ് ചെറിയ മാർക്ക് വ്യത്യാസത്തിലായിരിക്കും A+ നഷ്ടപ്പെടുക. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ ഗണിതം പോലുള്ള പരീക്ഷകളിൽ വിദ്യാർത്ഥികൾ 72-ൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങൾ 70 മാർക്കിന് കറക്റ്റായിട്ട് കൊണ്ടുപോയിട്ട് എഴുതി കഴിഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് നിങ്ങൾ എഴുതിയതിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 1 മാർക്കൊക്കെ കുറയുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ 70 മാർക്ക് ലഭിക്കില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് 69 ഒക്കെ ആയിരിക്കും ലഭിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ചെറിയൊരു മാർക്ക് വ്യത്യാസത്തിൽ A+ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒരു 75 മാർക്ക് ലഭിക്കുന്ന രീതിയിൽ പരീക്ഷ എഴുതിയിട്ട് ഈ ഒരു മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 100 മാർക്കിൽ നിങ്ങൾക്ക് A+ ലഭിക്കാനായിട്ട് 90 മാർക്കാണ് നിങ്ങൾക്ക് വേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് 50 മാർക്ക് ആ ഒരു കാര്യം നോക്കുമ്പോൾ, അത് 40 മാർക്ക് എഴുത്ത് പരീക്ഷയും 10 മാർക്ക് CEയും നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് അല്ല A+ ലഭിക്കാനായിട്ട് വേണ്ടത് 45 മാർക്കോ, അതായത് 90% അതിൽ കൂടുതലോ മാർക്കാണ്. 45 അതിൽ കൂടുതലോ മാർക്കാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ജസ്റ്റ് പാസ്, അതായത് ജയിക്കാനായിട്ട് വേണ്ടത് ജസ്റ്റ് ഒരു 5-10 മാർക്കാണ്. ഇതിനോടൊപ്പം CE കൂട്ടുന്ന സമയത്ത് ഈ ഒരു 40-ൽ, അതായത് 50-ൽ 15 മാർക്കും, അതുപോലെ 100-ൽ നിങ്ങൾക്ക് 30 മാർക്കും ലഭിക്കും. അതായത് ആകെ മാർക്കിൻ്റെ 30%-ഓ 39% വരെ ആ ഒരു മാർക്ക് ലഭിക്കുന്ന സമയത്ത് നിങ്ങൾ പാസ്സാവും. അതിന് താഴെയുള്ള ഏത് ഗ്രേഡ് ലഭിച്ചാലും വിദ്യാർത്ഥികൾ പരാജയപ്പെടും. അതായത് D ഗ്രേഡ് ലഭിക്കുകയാണെങ്കിൽ പരാജയപ്പെടും. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ ഒരു 5-10 മാർക്കോ വാങ്ങിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടോ എന്നുള്ളത്. പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ജയിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ ലക്ഷ്യം ഈ ഒരു 5-10 മാർക്കായിരിക്കരുത്. നിങ്ങളൊരു 40 മാർക്കിൻ്റെ വിഷയത്തിൽ ഒരു 30 അല്ലെങ്കിൽ 35 നിങ്ങൾ പ്രതീക്ഷിച്ച് പരീക്ഷ എഴുതുക. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് നിങ്ങൾ ഒരു 60, 65 അല്ലെങ്കിൽ 70 മാർക്ക് നേടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾ ഒന്നുകിൽ A+ കിട്ടിയിട്ടില്ലെങ്കിലും, അതായത് കിട്ടാതിരിക്കുകയാണെങ്കിലും നിങ്ങൾക്കൊരു B+ അല്ലെങ്കിൽ A ഗ്രേഡോ ലഭിച്ച് നിങ്ങളുടെ മാർക്ക് മെച്ചപ്പെടുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് +1 അഡ്മിഷൻ അത് കൂടുതൽ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.